ഒരു ഓട്ടം പോകാൻ. ആ മുമ്പിലെ വണ്ടി പോവും, അത് വേണേ വിളിച്ചോ. ഏട്ടാ ഒരു ഓട്ടം. മടത്തേക്ക് പോണ്ടേ? മടത്തേക്ക് പോവില്ല. അന്ന് മടത്തുനിന്ന് റോഡ് ഒറ്റ മോശമാണ്. നിങ്ങൾ ബാക്കിലെ വണ്ടി വിളിച്ചോളി. അല്ല, ഞാൻ ബാക്കിലെ വണ്ടി ഓല് പറഞ്ഞു മുന്നത്തെ വണ്ടിയാ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നേ. മടത്തേക്ക് പോലെഞ്ഞ് പോണെന്നുണ്ടെങ്കിൽ ഡബിൾ വാടക തരേണ്ടി വരും. അതെങ്ങനെയാണ് ഡബിൾ വാടക? 10 രൂപ അധികം തരാം. എന്റെ വണ്ടി പോണെങ്കിൽ ഡബിൾ വാടക തരേണ്ടി വരും. ഡബിൾ വാടക ഒന്നും തരാൻ പറ്റില്ല. 10 രൂപ അധികം. ഡബിൾ വാടക കിട്ടാതെ എന്റെ വണ്ടിയിൽ പോവില്ല. അതെന്താ ആ 1.5 കിലോമീറ്ററിലുള്ളൂ, എന്തിനാ ഡബിൾ വാടക? എന്താണ് രാവിലെ ഇയാൾക്ക് രാവിലെ തന്നെ മടത്തുനിന്ന് ട്രിപ്പ് ആണല്ലോ, അതുകൊണ്ട് ഡബിൾ വാടക ഇയാൾ ചോദിച്ചിട്ട് തരുന്നില്ല. ഡബിൾ വാടക എന്തിനാ? ആ 1.5 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ. ഞാൻ 10 രൂപ അധികം കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനാ വിടുന്നതിന് എന്താ പ്രശ്നം? പിന്നെ അനിയ, ഈ സ്റ്റാൻഡിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ ഉടക്കി നിൽക്കാതെ ചോദിച്ചിന് പൈസ കൊടുത്ത് പോയിക്കോളി. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ഇവിടെ ഇങ്ങനൊക്കെയാണ്, എനിക്ക് പറ്റുമെങ്കിൽ വണ്ടി വിളിച്ചിട്ട് പോയിക്കോ. അല്ല, ഇവിടെ സർക്കാരിന്റെ നിയമങ്ങളൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ സർക്കാരും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിയമമുണ്ട് ഇവിടെ, അതനുസരിച്ച് നിന്നാ മതി. അതെങ്ങനെയാ നടക്കുക? ഇവിടെ സർക്കാരിന് എല്ലാ ഓട്ടോ തൊഴിലാളികൾക്കും എല്ലാവർക്കും ഒരേ നിയമങ്ങളാണ്. കാക്കിട്ട ഞങ്ങള് പറയുന്ന നിയമം അതെങ്ങനെയാ പറയണ്ട. സർക്കാരിന് അതിന്റെ നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. ഇവിടെ നിയമങ്ങൾ പാലിക്കാനുള്ള പോലീസ് സ്റ്റേഷനും സർക്കാരും ഒക്കെ ഞങ്ങളാണ്. ഒരു കാര്യം ചെയ്യേ, ഓനെ പോയി പരാതി കൊടുത്തോട്ടെ. ഇജ്ജ് പോയി പരാതി കൊടുത്തേക്കാ. പോയി പരാതി കൊടുത്തോ. പരാതി ഈ സ്റ്റേഷനിക്ക് ഏതായാലും പരാതി കൊടുക്കാൻ പോവല്ലേ? വരുത്തനായോണ്ടേ പേര് പഠിച്ചു. എന്റെ പേര് കൊടന്തല ഫൈസൽ. പിന്നെ ഇവൻ വരേൻ മുസ്ലിം. പിന്നെ ഞാൻ അണ്ണൻ ജുനൈദ്. ഇജ്ജ് പോയി കേസ് എടുക്കടാ.